എങ്ങനെയാണ് എനിക്ക് ഈ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കാൻ സാധിക്കുന്നത്, സർവശക്തൻ്റെ തണലിൽ കഴിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നതാണ് തെറ്റിദ്ധാരണ. നമ്മളങ്ങ് നിന്ന് പോയാൽ മതി എന്നേ. നമ്മൾ നമ്മളുടെ ബലത്തിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാതിരുന്നാൽ മതി. പിന്നെ നിൽക്കുന്നത് മുഴുവനും കർത്താവിൻ്റെ ബലത്തിലാണ്. ഈ ഒറ്റ കപ്പളങ്ങേ ഉള്ളൂ ഈ കപ്പള മരത്തിൽ. ഞാൻ ഇതിനെ വിളിക്കണത് ഇങ്ങനെയാണ് കേട്ടോ, നിങ്ങളിപ്പോൾ എങ്ങനെയാണ് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ കപ്പള മരത്തിൽ, ആ കപ്പള മരത്തിൻ്റെ ബലത്തിലാണ് നിൽക്കണേ. വേണമെങ്കിൽ ആ കപ്പളങ്ങയ്ക്ക് ചിന്തിക്കാൻ പോലെ ഞാനാണ് കപ്പള മരത്തെ പിടിച്ചങ്ങനെ നിൽക്കണമെന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. കപ്പള മരം തന്നെയാണ് ആ കപ്പളങ്ങയെ അങ്ങ് ചേർത്ത് നിർത്തണേ. നമ്മൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ്, സർവശക്തൻ്റെ തണലിലുമാണ്. അത് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് കിട്ടുന്നുണ്ട്, അതങ്ങ് സമ്മതിച്ചാൽ മതി. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.